അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ വണ്ടർലിയിൽ നിന്ന് നേരെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലബ് റിവേക്കലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ എത്തിയത് വണ്ടർലിയിൽ നിന്ന് കൊച്ചിയിലത്തെ പരിപാടി, അത് വണ്ടർലിയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രി ആയിനി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ട് വണ്ടി നേരെ പുറത്ത് കൊണ്ടുവന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഇൻട്രോ ആയിക്കോട്ടെ എഴുതിയാണ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ക്ലബ് റിവേക്കൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ് നബിലെ? നമ്മള് കയാക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കയാക്കിംഗ്, സൺസെറ്റ് വിത്ത് കയാക്കിംഗ്. സൺസെറ്റ് വിത്ത് കയാക്കിംഗ് വിത്ത് സൺസെറ്റ്. സോറി, കയാക്കിംഗ് വിത്ത് സൺസെറ്റ്. സൺസെറ്റ് അതായത് ഇവരുടെ മെയിൻ ലൈക്ക് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒട്ടുമിക്കപ്പെട്ട എല്ലാ ആളുകളും വരുന്നത് കയാക്കിംഗ് ചെയ്യാനാണ്. കയാക്കിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മറ്റേ തെങ്ങിൻ്റെ ഓല മരത്തെ വഞ്ചി, അതിൽ എന്നാണ്ട് എല്ലാവരും കയാക്കിംഗ് ചെയ്യും. എന്നിട്ട് സൺസെറ്റ് രാവിലെയാണ് നമ്മള് ഉറങ്ങിയോണ്ട് വൈകുന്നേരം ചെയ്യാം. ഇവിടെ എന്താ വെച്ചാല് രാവിലെ സൺസെറ്റും രസമാവും ആണ്. പക്ഷെ എന്താ വെച്ചാല് രാവിലെ വെള്ളം നല്ല ഉണ്ടാവും. വേലിയേറ്റും വേലിയിറക്കും ഉണ്ട്. രാവിലെ വെള്ളം വേലിയേറ്റം പറഞ്ഞാ വേലിയേറ്റം എന്ന് പറഞ്ഞാൽ കടലിന് വെള്ളം എങ്ങനെ കൊണ്ടിട്ട് അപ്പം ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ട് ഇവിടെ. വേലിയേറ്റും വേലിയിറക്കൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം നബീൽ പറഞ്ഞത് വെച്ചാൽ വൈകുന്നേരം വെള്ളം ഇറങ്ങുന്ന ടൈമാണ്. കടൽക്ക് വെള്ളം ഇറങ്ങിപ്പോകും. അവർ രാവിലെ കടലും ഇങ്ങോട്ട് ഛർദ്ദിച്ചിടും. രാവിലെ കടലിനെ എടുക്കും. അതാണ് അങ്ങനെ എന്തൊക്കെ ആണ്. എന്തായാലും ഷാബാസ് തുടങ്ങ. അപ്പോൾ ഷാബാസാണ് ഇന്ന് നമുക്ക് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആളും കൂടിയാണ് ഷാബാസ്. ഓൻ അരീക്കോടാണ് കേട്ടോ, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുക്കം. അപ്പോൾ ഇത് പറഞ്ഞാട്ടെ, ചുരുക്കി പറഞ്ഞാട്ടെ എന്തൊക്കെയാണ്. അതായത് ഇപ്പം ഞാനാണെന്ന് വിചാരിക്കല്ലേ, ഞാൻ വേറെ ആരോ ഒരാൾ, ഞാൻ എന്നെ വിളിക്കുന്നു, എനിക്കിവിടെ സ്റ്റേ വേണമെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ലൈക്ക് ഇവിടെ ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസിങ് മെയിനായിട്ട് അതിന് കയാക്കിംഗ് ആണ്. അപ്പോൾ അതിന് മോർണിംഗ് നമ്മളൊരു 6:30 ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 8 മണി ആ ലെവൽ വരെ നമ്മൾ ചെയ്യും. പിന്നെ ഈവനിങ്ങും അതേപോലെ തന്നെ 4:30 ഇറങ്ങിയാൽ ഒരു 6:30-7 മണി ആ ലെവൽ വരെ നമ്മൾ ചെയ്യാം. പിന്നെ പറഞ്ഞാൽ നമ്മൾ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ട് ഇവിടെ. അതൊക്കെ വേറെ ടീമായിട്ടും നമ്മളായിട്ടും ചെയ്യലുണ്ട്. അത് പിന്നെ പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരട്ടെ. അതായത് ഇതിൻ്റെ ഉള്ളിൽ വണ്ടി ഉള്ളിൽ കയറ്റിക്ക. അപ്പോൾ നമ്മളെ വണ്ടി നേരെ അവിടുന്ന് വന്നിട്ട് നമ്മൾ പാർക്കിങ്ങിൻ്റെ ഒരു സ്പേസ് ആട്ടോ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 4-5-6 വണ്ടിക്കൊക്കെ നിർത്തിടാം. 5-6 അതിലാറ് വണ്ടിയൊക്കെ നിർത്തിടാം. ഇനിയിപ്പം ഇവിടെ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ നിർത്തിടാം കേട്ടോ. അങ്ങനെ പാർക്കിങ്ങിൻ്റെ സ്പേസ് ഇല്ല എന്നുള്ളൊരു പരാതിയൊന്നും ഇവിടെ ഇല്ല. അതെ, തേങ്ങ വേണം നമ്മളറിയില്ല, അതിന് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബലാന വിത്ത് ഗ്യാസ് CNG കയറ്റിയ ബലാന ഇവിടെ ഉണ്ട്. അർഷി ഇവിടെ ഉണ്ട്. അർഷി എന്താ ചെയ്യണേ? ക്യാമറ എടുക്കുകയാണ് അർച്ചി. ഓക്കെ, ഇതും ഈ പ്രോപ്പർട്ടിൻ്റെ ഓണർ കേട്ടോ. അതായത് നമ്മളുടെ ഒരു ഹാളുണ്ട്. ആ അതൊരു ഹാളാണ്. അതായത് ഇവിടെ ഇവൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ നടക്കുന്ന ടൈമിന് ആളുകളുടെ കൊട്ടിപ്പാട്ടും ബഹളവും ഒച്ചിമ്പുളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. പിന്നെ ടെൻറ്റ് സ്റ്റേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടെൻറ്റ് സ്റ്റേയും ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലാട്ടോ ടെൻറ്റ് ഇവർ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെക്കുന്നത്. അപ്പം അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിന് ആളുകൾക്ക് ഈ ഒരു പാടത്ത് ഈ ഒരു സാധനം ചോട്ടിങ് ഇങ്ങനെ പോകാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് വളരെ അഡ്വഞ്ചർ നടന്നിട്ടില്ല, എന്താണ് വലിയ മറ്റേ ഇതിക്കാണ്, അരുവി എന്തേലും പറയാം, കായലും കയാക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലേ. കയാക്ക് അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ അർഷി അവിടെ ക്യാമറ സെറ്റായി കൊണ്ട് നിൽക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി ഭയങ്കര ടയേർഡായിട്ട് വന്നുകൊണ്ട് ഇവിടെ നേരെ ഉറങ്ങി. അല്ലെങ്കിൽ നമുക്ക് രാത്രി വരുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. വളരെ ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾ ആരും അറിയാത്ത രീതിയിൽ നമ്മളൊരു ഇൻട്രോ എടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ പോയത്. പക്ഷേ നിങ്ങളോട് നോണ പറഞ്ഞിട്ടൊരു ഇൻട്രോ എടുക്കുക എന്നുള്ളത് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ സത്യം മാത്രം പറയുകയാണ്, നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ ഇന്നലെ വന്ന് കടന്നുറങ്ങി നമ്മളൊന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പുറത്ത് പോയിട്ട് എന്ത് ചെയ്തൊക്കെയാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് കാർ സ്റ്റാർട്ടാക്കി പോയതാണ്. അപ്പോൾ നമ്മൾ അർച്ചി ക്യാമറ ഒക്കെ സെറ്റാക്കിയിട്ട് കയാക്കിലേക്ക് ക്യാമറ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പേടിയുണ്ട് അർച്ചേ? 3 ലക്ഷം രൂപയുടെ ക്യാമറ ഇന്ന് വെള്ളത്തിൽ പോവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കി എന്തൊക്കെ ലെൻസും ഉണ്ടല്ലേ? പക്ഷെ അങ്ങനെ സീനൊന്നുമില്ല. ഇജ് ആ ക്യാമറ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ചായയും മിച്ചറും കുടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മിച്ചർ വണ്ടിയിലേക്കാരല്ലേ, ചായയും മിച്ചറും എന്നിട്ട് പറഞ്ഞ പറശ്ശിക്ക്. കാരണം വണ്ടിയിൽ എടുത്ത് വെച്ചിക്കണേ. ആ ക്യാമറ കുടിച്ചാ കേട്ടെ ന്യായം പറയണേ.
ആവശ്യമില്ല പിക്ചർ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ആരെ കൈയാണോ ഫ്രീ അയാളാണ് എന്ത് ചെയ്യേണ്ടത്, ആ മറന്ന സാധനം എടുത്തുകൊണ്ടിരേണ്ടത്. അതേമാതിരി തന്നെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോഴുണ്ടോ, ഫോണിൽ ഏറ്റവും ചാർജ് കുറവായതാണോ, അതും പെരിയിൽ ഒറ്റ ചാർജർ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ ചാർജുള്ള ആളായിക്കാരം ചാർജ് കുത്തുക. ഏട്ടനൊക്കെ നോക്കുന്നുണ്ട്. ഇതെന്തിൻ്റെ പണി നടന്നുകൊടുക്കടാ? പെയിൻറ്റിങ്. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാള്. ഇവിടെ ഇപ്പോൾ പെയിൻറ്റിൻ്റെ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒച്ചയും പുളിയും മറ്റേ പാട്ടും ക്യാമ്പിങ്ങും നമ്മളുടെ എന്താണ് ഗാനമേളയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലാണ് ഇവർ നടത്തൽ. പിന്നെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നല്ല മനോഹരമായിട്ട് കപ്പിൾസിന്, നമുക്കല്ല കേട്ടോ, കപ്പിൾസിനൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെയറുണ്ട്. ചെറുക്കന്മാർക്കും പറ്റൂട്ടോ. പിന്നെ അവിടെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാൽ ഇത് കുട്ടികൾക്കൊന്നും അല്ലല്ലോ. ഞാൻ മേലെ കൂടെ വെച്ചിരണോ? ഞാൻ ചാടണ വെച്ചാൽ അവിടുന്ന്. അപ്പോൾ ഊഞ്ഞാലുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഇന്നത്തെ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ കയാക്ക് കേട്ടോ. കയാക്കിൻ്റെ തൊയ്യുന്ന സാധനത്തിന് എന്താ പറയടാ? അതിനെന്താ പറയാ? തൊഴയണ പാഡലുണ്ട്. പക്ഷെ മലയാളത്തിൽ എന്തോ വാക്ക് പറയാലോ? ചുക്കാൻ. ഓ ഇതിനാണ് നീ ചുക്കാൻ പിടിച്ചത്, അതാണത്. ഓ അതാണ് ചുക്കാൻ. അപ്പം നമ്മളെ കയാക്സ് ഇവിടെ കുറേ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 ഏകദേശം 15 18 കയാക്ക് ഇവിടെ ഉണ്ട്. ഇതിൽ 2 ആൾക്ക് പോണതുണ്ട്, 3 ആൾക്ക് പോണതൊക്കെ ഉണ്ട് അല്ലേ? ആ, 1 ആൾക്ക് പോണതും 2 ആൾക്ക് പോണതും ഇവിടെ ഉണ്ട്. ഇത് 2 ആൾക്കുള്ളത്. ഇതൊക്കെ സിംഗിൾ അല്ലേ? ആ ആ. അതായത് ഈ വലിപ്പം കൂടിയത് 2 ആൾക്ക് പോകാൻ പറ്റുന്നതാണ്. ഈ ചെറുത് നമുക്ക് 1 ആൾക്ക് പോകാൻ പറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? ഇതെങ്ങനെ ഇത് കൂടെ ഇറക്കാം? നമ്മൾ ഇതിലിറക്കും അല്ലേ? ഇതിലിറക്കിയിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓ അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള വീടാട്ടോ അത്. അതായത് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു സെറ്റപ്പ് കുമ്പളങ്ങി നട്സിൻ്റെ പടത്തിലുള്ള ആ സീൻ മാത്രം എൻ്റെ മനസ്സിൽ വന്നത്. അതായത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ആ കുമ്പളങ്ങി നട്സിലുള്ള വീടും അതിൻ്റെ മുന്നിലുള്ള മറ്റേ തോണിയും ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ ഡോർമെറ്ററി സെറ്റപ്പാണ്, അടുക്കി വെച്ചിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉള്ളിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കാരണം ഞാനും അർഷിൻ നബീലൊക്കെ ഇന്നലെ ഇതിനുള്ളിൽ കയറിയിട്ട് ആകെ അലമ്പാക്കിക്കണ്. അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മേലാക്കണ മൃഗത്തെ മറ്റേ പുലിനെ നോക്കുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതാ ഗൈസ് അവിടെ ചീനവല പൊക്കിക്കൊണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പടത്തിലും ഇതിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ റിയൽ ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇത് എന്തിനുണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ? ആ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിക്കാൻ. ഏർമാടം ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ എന്താ വെച്ചാൽ മൃഗയിൽ മറ്റേ പുലിനെ പിടിച്ചാനും വേണ്ടിയിട്ട് മമ്മൂട്ടി മേലെ കയറിയിരിക്കൂലേ, ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ കയാക്കിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. പുലിയറുമ്പുണ്ട്. കയാക്കിങ് തുടങ്ങാം. നമ്മൾ വണ്ടർലയിൽ പോയപ്പോൾ ഇട്ട മെസ്സിയും ക്രിസ്ത്യാനോ നെയ്മർ ജേഴ്സികൾ ഇവിടെ ഉണക്കാട്ടൊക്കെയാണ്. ഉണങ്ങിയേക്കും, രാവിലെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നലെ താമസിച്ച വീടും ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളി. അതായത് വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു സിറ്റി ടൗൺ ഏരിയ എന്നൊക്കെ മാറി നിന്നിട്ട് നമുക്ക് കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ മൈൻഡിൽ ആലോചിച്ചിട്ടല്ല. കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും മനസ്സിൽ കയറുന്ന സംഭവം എന്താണ്, സിറ്റി ഫുള്ള് ലൈക്ക് എൻജോയിങ്, മറ്റേ മറൈൻ ഡ്രൈവ് പോയിട്ട് ചായ കുടിക്കുക, ഫുള്ള് നൈറ്റ് ലൈഫ് അങ്ങനത്തെ രൂപത്തിലല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ വന്നിട്ട് 1 ദിവസം 2 ദിവസം സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. എടപ്പള്ളിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലൊക്കേഷനിക്ക്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ കടമക്കുടി ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നൈസ്. ഇത് സപ്പോർട്ടല്ലേ? സപ്പോർട്ടറിൻ്റെ മരം കേട്ടോ.
അപ്പോൾ നമ്മൾ കയാക്കിങ് തുടങ്ങാനും വേണ്ടിയിട്ട് പോവാണ്. ജാക്കറ്റ് ഇടണം. ഓ അത് നന്നായി. കാരണം നബീലൊന്ന് വെള്ളത്തിൽ തള്ളിയിടുമ്പോൾ ജാക്കറ്റ് മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടുട്ടോ. ഇതിട്ടിട്ട് ഞാൻ അതുവരെ വെള്ളത്തിൽ ചാടി വയ്ക്കില്ല. അത് ഇട്ടാൽ പൊന്തി വരും, നമ്മൾ പൊങ്ങിക്കൂല്ലേ. അങ്ങനെ നമ്മൾ ഇതെന്താ മൂട്ടിൽ ഇതിനായല്ല. ആ എന്നാ വാ. അങ്ങനത്തെ നമ്മൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി എല്ലാവരും ഇട്ടു. അർഷൊക്കെ ഇതാക്കണേ ഫുള്ള് സെറ്റപ്പിൽ ഒരു തായ്ലാൻഡ് വൈബിൽ തന്നെ അർഷി നമ്മളുടെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കടൽക്കോ എൻ്റെ വൈബ് എന്തൊക്കെയാണ്. ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വണ്ടറിൽ കയറിയിട്ട് ആ റൈഡിലൊക്കെ കയറിയിട്ട് ആകെ തല തിരിഞ്ഞിങ്ങനെ അർച്ചിക്ക്. കടലിലൊക്കെ എത്തണം എന്ന് പറഞ്ഞത്. കടലിലൊരു തിരമാലക്കില്ല കയാക്ക്. അല്ല 2 ഇത് വേണ്ടല്ലോ, ഒന്നും അതില്ലേ. കയാക്ക് മുങ്ങൂല. ആന ഇങ്ങനെ വന്നാലും ഇങ്ങനെ ആവും. ഓ ആ അപ്പൊ കയാക്ക് ഇറക്കിയാലോ നമുക്ക്. ഞങ്ങൾ ഇറക്കണം. എങ്ങനെ ഇറക്കുക? ഇത് വെയിറ്റ് ഇല്ല. ഞാനോ? ഇത് വെയിറ്റ് ഇല്ല പറഞ്ഞാണ്ട്. രണ്ടായി പിടിക്കാൻ എന്നിട്ട് പറ. ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ അതേമാതിരി. പിന്നെ നമ്മൾ ഇതിന്റെ മോള് സീഫ്ലോ എഴുതിയിട്ടുണ്ടാവും. ആ എഴുതിയ ഭാഗം മോൾക്ക് വരണം. ആയിട്ടാണ് നമ്മൾ പിടിക്കേണ്ടത്. പിന്നെ ലെഫ്റ്റേക്ക് ചെയ്താൽ നേരെ റൈറ്റേക്കാ പോവാ. ഓപ്പോസിറ്റ് ആണ്. അതെനിക്കറിയാം. പിന്നെ നേരെ പോകണമെന്നുണ്ടെങ്കിൽ സെയിം ലെഫ്റ്റ് ഓർ റൈറ്റ് സെയിം പാറ്റേൺ ചെയ്യാം. നിങ്ങൾക്ക് അതിന് റിവേഴ്സ് അടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്യണം, നേരെ ബാക്ക് ചെയ്യാം. തിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ തോയാ. ഇതൊക്കെ നമുക്ക് അറിയണേ. കയാക്ക് ചെയ്തില്ല, പക്ഷെ നമ്മള് ചാലിയാർ പോയില്ലല്ലോ നമ്മളെ പേരാ. തോണി കുറെ തോന്നിക്കണ്. നമ്മള് ചെരുപ്പ് ഊരിട്ടാ ഇവിടെ വെക്കാനല്ലേ. അങ്ങനത്തെ ഗായ്സ് ഞാൻ കയാക്കിലേക്ക് കയറാനും വേണ്ടിയിട്ട് പോവാണ്. ഇതെങ്ങനെ ഫ്രണ്ടും ബാക്കൊക്കെ വരുന്നത്? ഇവിടെ ഇരിക്കുക. ഫസ്റ്റ് കാലക്കരുത്, ഫസ്റ്റ് ഇരിക്കണം. ഓ ഇങ്ങനല്ലേ. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? ഇതിങ്ങനെ ഇതെങ്ങട്ടാ റൂട്ടൊക്കെ പറഞ്ഞേരി. ചാലിയർപായില് തോന്നുന്നു നമ്മള്. പക്ഷേ ഈ സാധനല്ലേ ബൈക്കിന്റെ ഹാൻഡിലല്ലേ ചെയ്യുന്നുള്ളൂ. അതുണ്ട് ഡ്രിഫ്റ്റ് ചെയ്തണ്ട്. അപ്പോൾ നമ്മൾ കയാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിന്ന പ്രോപ്പർട്ടിയാണത്, ഞാൻ നേരത്തെ കാണിച്ചെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. നബീൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും കയറുന്നതാണ് പറഞ്ഞാണ്ട് നബീലിന് എന്തെങ്കിലും വെറൈറ്റി വേണം. അപ്പം നീച്ചെന്ന് പോകണം. മറ്റേ സർഫിംഗ് ബോർഡ് ഉണ്ടല്ലോ, അതേമാതിരത്തെ സാധനത്തിൽ കയറുന്നതാണ് തോയാലെ പരിപാടി. മിക്കവാറും കുത്തി മറിഞ്ഞും ബുഗലേ കാരണം. അത് 100% എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് നബീൽ കയറുന്നത് അങ്ങനത്തേക്ക്. ഇജെന്തരാ മറ്റേ പഴയ തോണി തൊട്ട് ബ്രേക്ക്
അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുക്കം വരുന്നുണ്ട്, അത് കാണിച്ചു കൊടുത്ത അർച്ച. ആ നബീലിന് തിരിച്ചാൻ അറിയില്ല, തിരിച്ചാൻ പഠിച്ചിട്ടില്ല. നമുക്ക് എങ്ങട്ടാ നമ്മള് പോണടാ നബീല, എങ്ങട്ടാ പോണേ? എടാ നമുക്ക് ചൈന വലന്റെ അടിക്കൊന്ന് പോയിക്കാലോ. ഇല്ലല്ല, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചൈന വലന്റെ അടുത്തേക്കൊന്ന് പോവാന്നുള്ളത്. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ചൈന വലന്റെ അടിയിലാണ്, ചീനി വല. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടോ അടുത്തുനിന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ കയാക്കിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. അത് കാണിച്ചെടുത്ത അർച്ച. നമ്മളിപ്പോൾ ഏകദേശം ഈ ചൈന വലന്റെ അടിയിൽ നിൽക്കണേ. നമ്മൾ അങ്ങോട്ട് പോണത് സൂര്യൻ്റെ അടുത്തേക്കാണ്. സൂര്യൻ അവിടെയാണുള്ളത് കേട്ടോ. സൂര്യൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ സൺസെറ്റ് കാണാൻ സൂര്യൻ്റെ അടുത്തേക്കൊരു യാത്ര. നബീല എന്നെത്തും തോന്നുന്നില്ല, കാരണം നീച്ച് നട വരുന്നു. എന്നാൽ വാർച്ചയാ പോയേക്കാം, അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ നമ്മൾ തുഴഞ്ഞ് ഏകദേശം ഒരു 100-200 മീറ്ററോളം നമ്മൾ തുഴഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ജങ്കാറുണ്ടോ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ പ്രോപ്പർട്ടി ഒരു ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡിന് ചുറ്റും വേറെയും കുറേ ഐലൻഡ് ഉണ്ട്. അപ്പോൾ ഓരോ ഐലൻഡിലേക്കും കണക്ട് ചെയ്യുന്ന ജങ്കാറാണത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഐലൻഡിൽ ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ അതിലേക്ക് കയറിയിട്ട് ഓല ബൈക്കും ഓല കാറും അതൊന്ന് കാണിച്ചു കൊടുത്ത കുറച്ച് ഓല ബൈക്കും ഓല കാറും കാര്യങ്ങളൊക്കെ അതിലേക്ക് കയറ്റിയിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോകും. കുടുംബക്കാരൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഓർക്ക് തോണിയിൽ വണ്ടിയൊക്കെ കയറ്റിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ സൂര്യന് നേരെയുള്ള ഒരു യാത്രയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോയിട്ട് സൂര്യൻ്റെ അടുത്തേക്ക് എത്തണില്ല, കൈയും കാലും കടയാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇതിലില്ലല്ലോ. എടുത്തും പോയി ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ചീനിവലൻ്റെ ചോട്ടിലാട്ടോ. അപ്പോൾ അവിടെ ഒരു സ്പ്ലെൻഡർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷാബാസിനോട് എന്തിനാ ചോദിച്ചു നോക്കിയപ്പോൾ അവൻ പറഞ്ഞ് ഈ ചീനിവല അപ്പുറത്തുള്ള ചീനിവലൻ്റെ അവിടെ ഒരു സ്കൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചീനിവല ഇവർ താത്തുമ്പം, അതായത് ഹൈ പ്രഷറിൽ മറ്റേ കല്ലുമ്മ കെട്ടിയാണ്ടാണ് ഇവർ താത്തുക. പിന്നെ അത് പൊന്തിക്കാൻ, അതായത് അത്രയും മീൻ ഉണ്ടാവുമല്ലോ ഇതിൽ, ആ മീനൊക്കെ കൂടി കൂട്ടിയിട്ട് പൊന്തിക്കുമ്പോൾ നല്ല എന്ത് വേണം, ആക്സലറേഷൻ പവർ വേണം. അതിന് ഓരെന്താ കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ മോട്ടറുമ്പോൾ എന്തോ മറ്റേ കയർ ഫിക്സ് ചെയ്താണ്ട് ആക്സലറേഷൻ കൂട്ടുമ്പോൾ ഇത് മേലക്കണ്ട് പൊന്തും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബൈക്കിൻ്റെ സിസ്റ്റം ഉണ്ടല്ലോ, ഈ ചീനിമല പൊന്തിച്ചണേ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ബൈക്കിൻ്റെ ബാക്കത്തെ വീലല്ല അത് വേറൊരു പ്ലേറ്റ് ആട്ടോ. ആ പ്ലേറ്റിൻ്റെ ഇടയിൽ, അതായത് ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, 2 ഇരുമ്പിൻ്റെ പ്ലേറ്റ് ഇല്ലേ ഒട്ടിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ നടുവിലൊരു പ്ലേറ്റ് വെച്ച് അങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഒന്നുമില്ല, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാറിൻ്റെ ടയറിൻ്റെ ഊരി അങ്ങനെ ഉണ്ടാവും, റിമ്മ്. ആ റിമ്മാണ് ആ കാണുന്നത് കേട്ടോ. അതായത് നടുവിലൊരു സാധനം ഉണ്ടാവില്ല, അതിന്മേൽ കയറ് കെട്ടിക്കാണ്ട് ആക്സിലേറ്റർ കൂട്ടി ഇങ്ങനെ വലിച്ച. ഇവരൊരു ബൈക്കൊക്കെ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കായ്താടില്ല. ബുക്കും പേപ്പറില്ലാത്ത ബൈക്കുകളേക്കാരത്. ഇത് സംഭവം ഇവർ പറഞ്ഞതിൽ തന്നെ രാവിലെ ട്രൈ ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ വൈകുന്നേരം നമ്മൾ പുറത്തേക്കൊക്കെ പോയി നടന്നൊക്കെ വന്നിട്ട് കയാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയൂല. നബീലാക്കണേ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫുൾ അഭിനയം കേട്ടോ. അതായത് സൺസെറ്റ് വിത്ത് വ്യൂ വിത്ത് സ്ലീപ്പിംഗ് ഇൻ മറ്റേ കയാക്ക് മെറ്റീരിയൽ. നബീലിൻ്റെ വൈബാണ് അതൊക്കെ. അങ്ങനത്തെ ഗൈസ് നമ്മൾ ഫൈനലി ഈ സൺസെറ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്താർച്ചേ. അതായത് ഇപ്പോൾ ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റേ നമ്മൾ വന്ന വഴിയിലൊക്കെ ലെഫ്റ്റ് റൈറ്റൊക്കെ ഫുള്ള് ഇതേമാതിരി മറ്റേ തെങ്ങും വീടുകളൊക്കെയാണ്. പക്ഷേ ഈ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേക്ക് ഭയങ്കര ഫ്രീ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും സൺസെറ്റ് കറക്റ്റ് നല്ല അടിപൊളി വ്യൂലായിട്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അത് അവിടെ നിന്നൊക്കെ കാണാൻ കഴിയൂല നമുക്ക്, കാരണം ഫുള്ള് മരങ്ങളാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫ്രീ ആണ്. അതൊന്ന് കാണിച്ചെടുത്തത്. ക്യാമറ അങ്ങോട്ട് തിരിക്കണം, അവിടെ നബീൽ വെറുതെ ഇങ്ങനെ അഭിനയിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ ഒന്ന് പറയാമല്ലോ, നബീലൊക്കെ സൂപ്പർ തുഴച്ചിൽ, തുഴ കിങ് നബീൽ, ദ തുഴ മാസ്റ്റർ തായ്ലാൻഡ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ തുടങ്ങിയോടെ തന്നെ നമ്മൾ എത്തുന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കായലിൻ്റെ ഒഴുക്ക് ഫുള്ളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിനിപ്പോൾ തുഴഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും.
നബീൽ എന്താ ചെയ്യണോ ടയേർഡ് ഫേസ് ആയിട്ട് അഭിനയിക്കണം. ടയേർഡായി കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ പോരെ, നീച്ചിക്കണം എന്തിനാ എന്നുവെച്ചാൽ ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയാൻ, ആൾക്കാരെ മുന്നിൽ വെറുതെ നോളാവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇവിടെ നിന്നാൽ മതി. ഞങ്ങളെ മാതിരി ഇത് ഈ മുളമം പിടിച്ച് ഇവിടെ നിന്നാൽ മതി, ഒരിക്കലും പോകുന്നില്ല. ഇങ്ങനെ ഫ്രീ ബേർഡായിട്ട് പോവാണേ. അങ്ങനെ കാശ് നമ്മൾ ഫൈനലി സൺസെറ്റ് പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സൂര്യനകണ് ക്ലൗഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പോയാലോ? കഴിഞ്ഞില്ലേ? വരെ പോയാലോ? വെള്ളം കുടിച്ചാ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പും വെള്ളമാണ്. ഈ കായലിലുള്ളത് ഉപ്പും വെള്ളം. ചോദിച്ചോക്ക്. ഡ്രസ്സിൻ്റെ അടുത്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്, ഞാൻ തരാം. എൻ്റെ അടുത്തുണ്ട്. അല്ല അല്ല എൻ്റെ തോയ്യണ സാധനം കേട്ട് അത് ഇങ്ങോട്ട് ഇട്ടളാ, നിലത്ത് വെക്കൂല, മേത്ത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഗായ്സ് നമ്മളുടെ ചീനി വരെ പൊന്തിച്ചുകൊണ്ട് കേട്ടോ. കൊക്കളൊക്കെ വന്നുകൊണ്ടായിരുന്നുണ്ടൊക്കെ കൊത്തുന്നുണ്ട്. മീനുണ്ട് തോന്നുന്നു. മീനുണ്ടാവും എന്തായാലും, അത്രയും വലിയ പാലല്ലേ ചെമ്മീനാ. അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരേട്ടന് നമ്മളെ ചീനി വല പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കൊക്കും പ്രാവും മറ്റേ കാക്കാളൊക്കെ ഇത് കൊത്തി തിന്നുന്നുണ്ട്. ഫുള്ള് ചെമ്മീനാട്ടോ, ഫുള്ള് ചെമ്മീൻ. അങ്ങനെ ഫൈനലി നമ്മൾ തുഴഞ്ഞ് നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ ക്ലബ് റിവേക്കൻ്റെ സ്റ്റേൻ്റെ വീടാണത് കാണുന്നത് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഏരിയയിൽ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നീച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സിൽ ചെയ്യണം. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറേ നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ ആകെ കുഴങ്ങി. വെള്ളം കുടിച്ചിട്ടില്ല, ഫുഡ് മര്യാദയ്ക്കൊന്നും തിന്നില്ല. അപ്പോൾ രാവിലെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒറ്റ പോക്ക് സൺറൈസ് കാണാൻ. ഇപ്പോൾ എന്തായാലും നമ്മളുടെ കയാക്ക് വണ്ടി പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമ്മളുടെ ആ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകട്ടോ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് ആദ്യം എന്തെങ്കിലും കുടിക്കണമല്ലേ അർച്ചയ, ദാഹിക്കുക. എന്നാ വാ വണ്ടി എടുത്ത നമുക്ക് വാ. ഞാനെടുത്ത ഈ കയാക്കിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേനി. ഇതിൻ്റെ സീറ്റ് ശരിക്കും ഈ സീറ്റ് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. എൻ്റെത് ഇങ്ങനെ ഇനി. അപ്പോൾ എനിക്ക് നല്ല എനിക്ക് ഈ ഒരു പോസ്റ്ററിൽ ഇരുന്ന് പോകാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ പോയത്. അപ്പോൾ വേദനയ്ക്കൽ തുടങ്ങി. അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രീവിയസ് അടിച്ചാൽ കാണാൻ പറ്റും, ഞാൻ കടന്നുകൊണ്ടാണ് പോണത്. അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കയാക്ക് നോക്കണമല്ലോ എന്ത് ചെയ്യുക, ഈ സാധനമൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഡിസ്കൗണ്ടിൻ്റെ വരി. അപ്പോൾ ഇവിടുത്തെ ഫുള്ള് നമ്മളെ സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ എടുക്കുക, നമ്മൾ തന്നെ കൊണ്ടുപോയേക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സാധനം കൊണ്ടുപോകാം. നബീല എന്താ ചെയ്യുക, പെരി കൊണ്ടുപോകണം എനിക്ക്. അത് തോളത്താണ് ഇട്ടാൽ മതിടാ, സിമ്പിളാ. നബീല അർസിൻ്റെ വണ്ടി എടുക്കാനും വേണ്ടി സഹായിക്കാൻ വേണ്ടി പോയതാ പാവം. അർസെല്ലാം കൂടി ഓണ്ട തോളത്ത് കണ്ടിട്ട് കൊടുത്ത്. കുഴപ്പമില്ല. ഓഹോയ് 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 ഓഹോയ്. നമ്മളുടെ കയാക്ക് സ്റ്റാൻഡ്, കയാക്കിൻ്റെ ബസ് സ്റ്റാൻഡാണത്. മറിച്ച് വെക്ക്, വെള്ളം ഉണ്ടെങ്കിൽ അടി പോവും. ഞാൻ കമത്തിക്കോ. അപ്പോൾ നമ്മൾ ഫൈനലി കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളുടെ പ്രോപ്പർട്ടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിൻ്റെ വൈബ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം നബീൽ കാണിച്ചു തരും. അതൊന്ന് വൈഡിലിട്ട് കാണിച്ചു കൊടുത്തു നബീലെ. അതായത് കംപ്ലീറ്റ്ലി നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് നമ്മളുടെ ഈ ഒരു ജോലി തിരക്കൊന്നും കാര്യങ്ങളിലൊക്കെ ഒന്ന് വിട്ടിട്ട് നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അർശയാക്കണ അവിടെ ചെറിയൊരു കിച്ചൺ ഉണ്ട്. നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കിച്ചൺ ഉണ്ട്. അവിടെ ഇവർ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയൊരു ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയാണ്. അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പിരിയും. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് റൂം സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ റൂമിൻ്റെ വിഷ്വൽസും കൂടി നമുക്ക് കാണിച്ചു തരും. പിന്നെ അതായത് ഇവിടുത്തെ ആൾക്കാരെ KSRTC ആണ് പോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലാൻഡ് ഒരു ഐലൻഡാണ്. ആ കാണുന്നത് കണ്ടോ, അതൊരു ഐലൻഡാണ്. പിന്നെ ഇപ്പം ഈ
സാധനം പോയി കണ്ട് അവിടെ ഒരു സ്ഥലത്ത് നിർത്തും. അതും ഒരു ഐലൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് ആ ഷെഡ് എന്ന് പറയുന്നത് ഈ തോണിൻ്റെ സ്റ്റോപ്പാണ്. അങ്ങനെ 3 സ്റ്റോപ്പുണ്ട്. ഒന്ന് അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു 3-4 സ്റ്റോപ്പിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക തന്നെ രാവിലെ മുതൽ. ഒരാൾക്ക് 5 രൂപയാണ് ഈ ട്രെയിനല്ലേ ബോട്ടിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ. ഒരാൾക്ക് 5 രൂപയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഈ പ്രോപ്പർട്ടിക്ക് എത്താൻ നമുക്ക് കാറിൽ തന്നെ വരാൻ പറ്റും. നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കണ്. പിന്നെ ഇവിടുന്ന് അപ്പുറത്തത്തെ ഓരോരോ ഐലൻഡിലേക്ക് പോകാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലൊക്കേഷനിൽ ക്ലബ് റിവേക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, ആരാണ് ഈ വരുന്നതെന്ന് നോക്കൂ സുഹൃത്തുക്കളെ. നമ്മളുടെ കട്ടൻ ചായയും നെയ്യപ്പവും ഉണ്ണിയപ്പവും മിച്ചറൊക്കെയാണ് ഇവിടെ നമുക്ക് റെഡി ആക്കി തന്നിട്ടുള്ളത്. ചായ എടുക്ക് നബീലെടുക്ക്. ഏത് മൂട്? ചായ മൂട്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ പോവും. കുറച്ച് ഞാന്നല്ല, ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ പോകും കേട്ടോ. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ള ഈ ഡോർമെറ്ററി റൂമിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൂടെ നമ്മൾ കാണിച്ചു തരും. എന്നിട്ട് ഈ പ്രോപ്പർട്ടി എങ്ങനെ ബുക്ക് ചെയ്യുന്നതും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഈ കടമക്കുടി കൊച്ചി ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ കയാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമ്മളെ ഷഹബാസൊക്കെ ഇവിടെ ഉണ്ടാവും ഗൈഡായിട്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തൊയഞ്ഞ് പറഞ്ഞു തരാൻ ഷഹബാസ് ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഡോർമെറ്ററി ആരാണ് ഈ അടങ്ങർ പിടിച്ച പേരൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഡോർമെറ്ററി റൂം അവിടെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, റൂമിൻ്റെ കാഴ്ച കൂടി കാണിച്ചു തന്നിട്ട് വ്ളോഗ് എൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള ഈ വീടിനുള്ളിലുള്ള ഡോർമെറ്ററി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഫസ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതേപോലത്തെ 4 ഡബിൾ ഡെക്കർ ബെഡ് ഉണ്ട്. ഒന്ന് ഇവിടെ. അപ്പോൾ 8 ആൾക്ക് ഇവിടെ ഈ റൂമിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിൽ കയറിയാൽ ഇപ്പോൾ ദാ 1, 2, 3, 4, 5, 6, 7, 8 ആൾക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസാണ്. പിന്നെ പുറത്ത്, അതായത് ഇപ്പോൾ കപ്പിൾസും ഇവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടെൻറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ് ഇവിടെ. അതായത് ഹോം സ്റ്റേകളും ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണ് 1000 രൂപ അല്ലേ, 1000 അല്ല കൊടുക്കല്. കയാക്കിങ്ങും ഈ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇവർ 1000 റുപ്പീസിനാണ് ഈ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. 1000 റുപ്പീസിനൊക്കെ വേർത്താണോ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേർത്താണോ വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല. AC ഉണ്ട്, AC റൂമാണ് ഡോർമെറ്ററി. അപ്പോൾ നിങ്ങളൊക്കെ ഈ കൊച്ചി ഭാഗത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് പോവുക. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 1000 റുപ്പീസിൽ ഫുഡ് നമ്മൾ സെപ്പറേറ്റ് പാക്കേജാണ്. ഫുഡ് വേറെ, വിത്ത് ഫുഡും കൊടുക്കുന്നുണ്ട്. വിത്ത് ഫുഡും വിത്തൗട്ടും കൊടുക്കുന്നുണ്ട്. വിത്തൗട്ട് ഫുഡിൻ്റെ പൈസയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 1000 റുപ്പീസിന് ഈ കയാക്കിങ്ങും ഈ ഒരു എക്സ്പീരിയൻസും പിന്നെ ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് നേരെ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് എങ്ങോട്ടൊന്നുമില്ല, നാട്ടിലേക്കാണ് നേരെ. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേ, ഇത് ഹോം സ്റ്റേ എന്നാണോ പറയുക, ഇതിന് റിസോർട്ട് എന്നാണോ പറയുക? റിസോർട്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ബുക്കിംഗ് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നേരെ താഴെ ആയിട്ട് ഞാൻ ഇതിൻ്റെ ബുക്കിംഗ് നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാൻ വിചാരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് വരെ കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ട് ഇവിടുന്ന് പോയോക്കാം. ഇനി ഇവിടുന്ന് പെട്ടിങ് ഇറക്കി എടുത്ത് പോവുകയാണ്. അത് ആരാണ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റോഡും പക്കത്ത് RX-100 ബുള്ളറ്റിൻ്റെ ഒച്ചേക്കണ ഇവിടെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഒച്ചയാട്ടോ അത്. അപ്പോൾ നമ്മൾ നേരത്തെ കയാക്കിങ്ങിന് പോണതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം, അതായത് ഈ ഊഞ്ഞാലും ഈ ഇരിപ്പടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഏരിയ രാത്രി ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാക്കി ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വട്ടത്തിലിരുന്നാണ്ട് നമ്മളെ എന്താണ് കസാലക്കളിയോ ചീട്ടുകളിയോ മറ്റേ പാമ്പും കോണിയോ അങ്ങനത്തെ എല്ലാ പരിപാടികളും കളികളൊക്കെ കളിക്കാൻ പറ്റിയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് വരണം. എന്താ ഓക്കെ, ഞങ്ങൾ പോവാണ്. ഇവിടെ ഉണ്ട് സങ്കടമല്ലോ. പിന്നെ കജ്ജൊടിച്ചാൽ വേണ്ടത് ചെറിയ 100 മീറ്റർ പോകാനുള്ള പറഞ്ഞ ബോട്ടൊന്നും വേണ്ടേ, 12 കിലോമീറ്റർ കൊണ്ട് തൊയ്പ്പിച്ചിക്കണം അവരെ. നാക്കിൻ്റെയും തൊണ്ടയത്തും വെള്ളം പറ്റിക്കണം അവിടെ എത്തിയപ്പോത്തിന്. അതാണെങ്കിൽ ഞാൻ പിന്നെ ആരും കാണാതെ എന്ത് ചെയ്താരോ ആ കയാക്ക് പോണതിൻ്റെ ഇടയിൽ കോരിക്കാണ്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ നോക്കി. അതാണെങ്കിൽ ഉപ്പും വെള്ളം. ഈ കായൽ ഉപ്പാണുള്ളത് ഈ ചെങ്ങന്മാരനോട് പറയണ്ടേ. കടൽ വെള്ളമാണ് ഇതിലേ, വെറുതെ കേട്ടോ. ഇതിൽ ചെമ്മീനുണ്ടാണ്. അപ്പോൾ പോയ മീൻ നമുക്ക് നേരത്തെ വലുത് കാണിച്ചു തന്നാൽ ഇവിടുന്ന് ഇവിടെ പോയൊന്നുമില്ലല്ലോ.
അപ്പം നമുക്ക് പോയേക്കട്ടോ. അർഷി എന്തായാലും വണ്ടിയൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവാണ്.